നന്ദു, വാസ്തവത്തിൽ വളരെ പോസിറ്റീവായി സമീപിക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, എന്തുകൊണ്ട് ശബരിമല മാത്രം എന്നുള്ള ചോദ്യങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് കണ്ടു. അതിന്റെ ഉത്തരവും അതിൽ തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന, എല്ലാ നിലയിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയിലടക്കം സ്വാധീനം ചെലുത്താൻ പ്രാപ്തിയുള്ള ഒരു കേന്ദ്രം. അപ്പോൾ അവിടെ എത്തുന്ന ആളുകളുടെ എല്ലാവരുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം അതിനെ പരിപാലിക്കുന്ന ഓരോ കേന്ദ്രങ്ങൾക്കുമുണ്ട്. അത് ഏറ്റവും അവസാനം സർക്കാരിൽ വരെ എത്തി നിൽക്കുന്നു. ഭരിക്കുന്നത് ആരോ ആയിക്കോട്ടെ, സർക്കാരിൽ, ഒരു സംസ്ഥാന സർക്കാരിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ, അവിടെ നിരന്തരം വരുന്ന ആളുകളെ കേൾക്കാൻ, ഇതിനൊക്കെയാണല്ലോ ഈ അയ്യപ്പ സംഗമം എന്ന ഒരു വലിയ പരിപാടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായ ഒരു സംശയം, ഇതിനെ വിവാദമാക്കേണ്ടതിന്റെ തന്നെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു കഴിവുണ്ട്. അതായത് അദ്ദേഹത്തിനെ ഒരുപാട് തവണ കല്ലെറിഞ്ഞവർ അവർ തന്നെ പിൽക്കാലത്ത് ശബരിമല ശാസ്താവിൻ്റെ ഭക്തനായി മാറുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു, ശബരിമല യുവതീ പ്രവേശനം നടക്കുമ്പോൾ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിച്ച, ഘോരഘോരം വാർത്തകൾ കൊടുത്ത, ഘോരഘോരം അതിനു വേണ്ടിയിട്ട് പരിപാടികൾ നടത്തിയ കൈരളി ന്യൂസിൻ്റെ ഒരു അവതാരികയെ കൊണ്ട് ശബരിമല ശാസ്താവിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തിൻ്റെ തത്വമസി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്നുകൂടി പറയിക്കാൻ ഈ കാലഘട്ടത്തിൽ ശബരിമല ശാസ്താവിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മികവ്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ താങ്കൾ അതിൽ ഇത്ര കണ്ട അക്ഷമയാവേണ്ട കാര്യമില്ല. ഞാൻ കാര്യം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് താങ്കൾ പറഞ്ഞല്ലോ എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഒരു ഹൈക്കോടതി വിധി വന്ന മാത്രയിൽ വിശ്വാസികളെ കയറ്റാനാണ് ഹൈക്കോടതിയിൽ വിധി വന്നത്. ആ ഹൈക്കോടതി വിധിയുടെ മറവിൽ നിങ്ങൾ ഏത് വിശ്വാസിയാണ്, അല്ലെങ്കിൽ CPIM ഭരിക്കുന്ന രാഷ്ട്രീയ സംവിധാനം ഏത് വിശ്വാസികളെയാണ് ഈ ശബരിമലയിൽ കയറ്റിയത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ദേവസ്വം ബോർഡ് ദൈവൻ്റെ ദാസനായി നിന്നുകൊണ്ട് ആ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ബോർഡ്. ആ ബോർഡ് എങ്ങനെയാണ് ദേവഹിതത്തിനെതിരായി, അവരുടെ ആഗ്രഹങ്ങൾക്കെതിരായി, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായി എങ്ങനെയാണ് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഈ കോടതികളിൽ, സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ തയ്യാറാവുന്നത്? എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ വിശ്വാസികളെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം നടത്തുന്നത് അല്ലെങ്കിൽ ഈ സമ്മേളനം നടത്തുന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. താങ്കൾ ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കിയാൽ മതി. അപ്പൊ അത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യം എന്റെ വായിൽ നിന്ന് വീണില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഈ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും കൃത്യമായി താങ്കൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ ധാരണയുണ്ടെന്നേ. ഞാനോ താങ്കളോ മാത്രമല്ലല്ലോ, നമ്മളെ കേൾക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് താങ്കൾ പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട്, ശബരിമല ശ്രീധർമ്മശാസ്താവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തെ വലിയ രീതിയിൽ മാനിക്കുന്നവർ, ഇപ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞു, കേരളത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം കൂടി, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം കൂടി ഇതിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാർ കാണിക്കയിൽ നിക്ഷേപിക്കുന്ന വെള്ളിത്തുട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വീണ്ടും ശബരിമല ശ്രീധർമ്മശാസ്താവിനെയും എടുത്ത് ഒരു പോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ CPM ഭരിക്കുന്ന സർക്കാർ തയ്യാറാവുന്നത്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് CPM ചെയ്യേണ്ടത് എന്താ? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, ശരി, ഞങ്ങൾക്ക് അന്ന് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടത്, ഞാൻ ചോദിക്കട്ടെ, ചെറിയ കാര്യമാണോ ചെയ്തത്? കേരളത്തിൽ കറുപ്പ് വസ്ത്രം അയ്യപ്പന്റെ സന്നിധി, ഞാൻ ചോദിക്കട്ടെ, ആരാ? CPMന്റെ നേതാക്കന്മാരല്ലേ ആ നിലപാടെടുത്തത്? ഞാൻ താങ്കൾക്ക് വീഡിയോകൾ അയച്ചു തരാം, താങ്കൾ കാണിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന, ശബരിമല യുവതീ പ്രവേശനം അതൊരു നവോത്ഥാനമാണ് എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോകൾ ഞാൻ അയച്ചു തരാം. താങ്കൾ കാണിക്കാൻ ധൈര്യമുണ്ടോ? താങ്കളുടെ നേതാവായിട്ടുള്ള, ഇപ്പൊ നിലമ്പൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആ സ്ഥാനാർത്ഥി പറഞ്ഞു ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ശബരിമല യുവതീ പ്രവേശനത്തെ ആ വിഷയമല്ല നന്ദു, അത് കഴിഞ്ഞു. ആ വിഷയം നമ്മൾ ആ ഘട്ടത്തിൽ വിശദമായി ചർച്ച ചെയ്തു. നന്ദു, എന്റെ ചോദ്യം, ആഗോള അയ്യപ്പ സംഗമത്തെ നിങ്ങൾ
നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ്? അപ്പോൾ താങ്കൾ CPM എന്ന് പറയുന്നത് നടത്തുന്നത് CPIM അല്ല. എന്താണ് ഇപ്പോൾ നന്ദു തന്നെ പറഞ്ഞതുപോലെ വിശ്വാസികളുടെ സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ അവരെ കൂടി കേൾക്കാനാണല്ലോ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ അതിനെ എതിർക്കുന്നത് എന്തിനാണ്? എന്റെ പ്രിയപ്പെട്ട ന്യൂസ് ലീഡർ, ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ, ഇത്ര ധൃതിപ്പെട്ട് ഈ പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്ന ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളോ അല്ലെങ്കിൽ സർക്കാരോ തന്നെ എന്തുകൊണ്ട് ശബരിമലയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചവന്റെ വായിൽ ബൂട്ടിട്ട് ചവിട്ടിയ പോലീസ് ബൂട്ടിട്ട് ചവിട്ടിയപ്പോ അവന്റെ വിഷമങ്ങൾ കേൾക്കാൻ വന്നില്ല? എന്തുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞു മാളികപ്പുറങ്ങൾ അമ്മമാരെ നിങ്ങൾ പോവരുത് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ആ കുഞ്ഞു കണ്ണീരുകൾക്ക് എന്തുകൊണ്ട് അന്ന് സർക്കാർ കേൾക്കാൻ തയ്യാറായില്ല? എന്തുകൊണ്ട് സാധാരണപ്പെട്ട അമ്മമാർ ഇന്ന് വരെ ഒരു കേസിൽ പോലും പ്രതിയാകാത്ത എന്റെ ഉൾപ്പെടെയുള്ള അമ്മമാർ ഇറങ്ങി നിന്നുകൊണ്ട് ഈ നാട്ടിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന ആ ആചാരം സംരക്ഷിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അന്ന് അവർ പറഞ്ഞു സർക്കാരിനെതിരെ നിങ്ങൾ തെരുവിൽ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടിറങ്ങിയ കുറെ പാവങ്ങളുണ്ട്. ശരിയാണ് നന്ദു പറയുന്നത്. അതേ ആളുകൾ തന്നെ ഇന്ന് പറയുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന്. അപ്പോൾ അവർ പറയുന്നതാണോ ഈ സാധാരണക്കാരായ ആളുകൾ കേൾക്കേണ്ടത്? ഞാൻ കേട്ടില്ല അത്. ഇപ്പോൾ നന്ദു തന്നെ പറഞ്ഞതുപോലെ ഈ ആചാര സംരക്ഷകർ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെരുവിൽ ഇറക്കിയിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ അന്നും ഉണ്ടായിരുന്നു നന്ദു. അപ്പോൾ അതേ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഇതാ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. അപ്പോൾ അവർ പറയുന്നതാണോ ഈ സാധാരണക്കാരായ ആളുകൾ കേൾക്കേണ്ടതെന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരാണ് അന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആചാര സംരക്ഷണത്തിന് വേണ്ടി? അല്ല, ഇപ്പോൾ നന്ദു പറയുന്നത് പ്രകാരമാണെങ്കിൽ അന്ന് നന്ദു പറയുന്നത് ശബരിമല യുവതി പ്രവേശന വിഷയം വന്നപ്പോൾ ഏറ്റവും ആദ്യം സർക്കാർ നിലപാടിനെതിരെ രംഗത്തെത്തിയതാരായിരുന്നു? NSS ആയിരുന്നു അല്ലെ? ആചാര സംരക്ഷണം എന്നുള്ള മട്ടിൽ എത്തിയത് NSS ആയിരുന്നു. ഇന്നിതാ അതേ NSS ഈ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. NSS ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘടനകൾ അങ്ങനെ തന്നെയാണ് നന്ദു. അപ്പോൾ എന്റെ ചോദ്യം ഇവർ പറയുന്നത് കേട്ടാണോ സർക്കാരിന്റെ നിലപാട് എന്താണ് അല്ലെങ്കിൽ വിശ്വാസികളുടെ നിലപാട് എന്താണെന്നുള്ള ഒരു വിഭാഗം തീരുമാനിക്കേണ്ടത്? താങ്കൾ NSSന്റെ പേര് കോട്ട് ചെയ്യുന്നത് അത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചോദിച്ചത്. കാരണം NSSന്റെ ജനറൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. താങ്കൾ അത് വായിച്ചായിരുന്നു? ആ പത്രക്കുറിപ്പിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിന് പിന്തുണ കൊടുക്കുകയല്ല, ഞങ്ങൾ ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഏത് നിലപാടിനും ഒപ്പമാണ്. പക്ഷേ യുവതീ പ്രവേശനത്തെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്ത് ചോദിച്ചാലും യുവതീ പ്രവേശനം എന്ന കോട്ടിലേക്ക് അവസാന ബോൾ കൊണ്ടിടുക എന്നുള്ളത് മാത്രമാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം.